ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2024 എന്നുകൊണ്ടൊരു റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അവിടെ കറണ്ട് അഫെയറിൽ വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എൻ്റെ പേര് കിരൺ. അപ്പൊ നമ്മൾ ക്ലാസ്സിലോട്ട് പോയാലോ? പോകാം. ഫൈൻ, പോകാന്നുണ്ട്. PPT മാറുന്നില്ലല്ലോ. കറക്റ്റ്. ഓക്കെ, അപ്പോ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാവരും ശ്വസിക്കുന്നുണ്ട്. ഫൈൻ, എല്ലാവരും ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. ഇതെല്ലാം അറിയാവുന്നതാണ് സാർ. ബയോളജിയിൽ ഞങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ് സാർ. കാര്യത്തിലേക്ക് കടക്കൂ. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് വിചാരിക്കും. ഹെൽത്തി ആയിട്ടുള്ള ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്ല ചിപ്സോ അല്ലെങ്കിൽ ബർഗറോ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഫാറ്റ് ആയിട്ടുള്ള ഫുഡൊന്നും യൂസ് ചെയ്യില്ല. ആവശ്യത്തിന് ഉപ്പ് മാത്രമേ കഴിക്കുള്ളൂ. മദ്യം, സിഗരറ്റ് അങ്ങനെയുള്ള ഒരു ദുശീലവും നിങ്ങൾക്കില്ല. ഇനി ഭക്ഷണം കഴിക്കുന്നത് തന്നെ എന്താണ്, ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ്, വളരെ കൺട്രോളബിൾ ആണ്. ദിവസം 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നുണ്ട്, വാക്കിംഗ് പോകുന്നുണ്ട്. ഓക്കെ, ലിഫ്റ്റ് ഉപയോഗിക്കില്ല, എന്താണ് ആക്ച്വലി സ്റ്റെപ്സ് ആണ് ഉപയോഗിക്കുക. ഇങ്ങനെയെല്ലാം നിങ്ങൾ ജീവിച്ചാലും ഓക്കെ, നിങ്ങൾക്ക് ക്യാൻസറിന് രക്ഷയില്ല എന്ന് പറയുന്ന റിപ്പോർട്ടാണ് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മീം കണ്ടിട്ടുണ്ടാവും. ഡൽഹി പോലുള്ള സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്വസിക്കുകയാണെന്ന് വിചാരിക്കൂ. ഓക്കെ അല്ലേ? നിങ്ങൾ ഒരു പ്രാവശ്യം ശ്വസിക്കുന്നത് 11 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് സിഗരറ്റും വലിച്ച് എന്താ പറയാ മദ്യവും കഴിച്ച് ഫുള്ള് ജാളിയായിട്ട് ഇരുന്നാൽ പോരെ എന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മീം ഇട്ടുണ്ടാവും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കറക്റ്റ്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റ് അല്ലേ? ഓക്കെ, എന്തായാലും തട്ടിപ്പോകും. ഓക്കെ, അതൊന്നും ചെയ്തില്ലെങ്കിൽ തട്ടിപ്പോകും. അപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും ചെയ്തിട്ട് തട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത്രയും ഗുണമായിരിക്കും എന്ന് ആളുകൾ പറയുന്നുണ്ടാവും. അപ്പൊ എന്തിനാണ് സാർ ഈ എയർ ക്വാളിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? ഒന്ന്, ഈ എയറിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. വെറും മാസ്ക് അല്ല, നമ്മുടെ കൊറോണ മാസ്ക് അല്ല, അതായത് എയർ റിഫ്രഷ് ചെയ്യുന്ന ഒറിജിനൽ ഓക്സിജൻ ഉള്ളിലേക്ക് കയറ്റുന്ന മാസ്ക് ഉണ്ടാവും. അതില്ലാതെ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. അതാണ് സിറ്റുവേഷൻ ഉള്ളത്. ആ സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുന്നത് ഒരു സ്വിസ് കമ്പനി ആയിട്ടുള്ള IQ എയർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവരെല്ലാ വർഷവും എയർ ക്വാളിറ്റി റിപ്പോർട്ട് പുറത്തിറക്കും. അങ്ങനെ 2024 അവര് ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പുറത്തിറക്കി. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യ എവിടെയാണ്? 5ാം സ്ഥാനത്താണ്, 5th. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായ? ആക്ച്വലി ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും, ഒരു ദുശീലവും ഇല്ലെങ്കിലും ഓക്കെ അല്ലെ, തട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 1. നമ്പർ 2, ഈ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു 11 വർഷം നമ്മുടെ പോയി കിട്ടും. 11 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാള് സാധാരണഗതിയിൽ ഒരു 70 വയസ്സ് വരെ ജീവിക്കുന്നു വിചാരിക്കും. ഈ എയർ ശ്വസിക്കുന്നതുകൊണ്ട് മാത്രം, ഈ എയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നത്, ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശ്വസിക്കുന്നില്ല, ആ എയറിനായിട്ട് ഉദ്ദേശിച്ച് വേറെ ഒന്നുമില്ല, അത് വേറെ എവിടെയെങ്കിലും സെപ്പറേറ്റ് അല്ല. ഓക്കെ അല്ലെ? ആ എയർ ശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ 11 വർഷം പോയി കിട്ടും. സാർ, എല്ലായിടത്തെ എയറിലും ഇതേ 11 വർഷമാണോ? എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ദൈവം സഹായിച്ച് നമ്മളിരിക്കുന്ന സൗത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഓക്കെ അല്ലെ? ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ പോവാണ്, അല്ലെങ്കിൽ ഗുരുഗ്രാമിൽ പോവാണ്, അല്ലെങ്കിൽ എന്താ ബൈറൻഹട്ടിൽ പോവാണ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ താമസിക്കുന്നവരുടെ നില വളരെ ഗുരുതരമാണ്. അപ്പൊ ഈ എയർ ക്വാളിറ്റി റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട സംഭവം എന്താ? ഒന്ന്, ഇവിടെ പ്രശ്നമുണ്ടെന്ന് അറിയിക്കുക. 2, ആ പ്രശ്നത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറയുക. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രശ്നമാണോ? തീർച്ചയായും പ്രശ്നമാണ്. ഓക്കെ, കാരണം 5ാം സ്ഥാനത്തല്ലേ. ഇതിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനം ഒന്നും ആവാൻ പറ്റില്ല, ഇതിൽ ലിസ്റ്റിലേ വരാൻ പറ്റില്ല. അതാണ്, ലിസ്റ്റിൽ വന്നില്ലെങ്കിലേ എന്തുള്ളൂ ആക്ച്വലി ഗുണമുള്ളൂ. അത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഡൽഹി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഓക്കെ, ഡൽഹി ഒരു തലസ്ഥാന നഗരമാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മലിനമായ തലസ്ഥാന നഗരമായിട്ട് ആരാ ഉള്ളത്? ഡൽഹിയാണുള്ളത്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അത് എങ്ങനെയാണ് സാർ മനസ്സിലായത്? നിങ്ങളൊരു ക്യൂബിക് മീറ്റർ എയർ എടുക്കുക. ക്യൂബിക് മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂബിന്റെ സൈസിലുള്ള എയർ എടുക്കുക. ഓക്കെ, അതില് 91.6 മൈക്രോഗ്രാം മീറ്റർ ക്യൂബ്. ഓക്കെ അല്ലെ? മൈക്രോഗ്രാം മീറ്റർ ക്യൂബ്, ഒരു മീറ്റർ ക്യൂബ് എടുക്കുകയാണെങ്കിൽ, ഒരു ക്യൂബിക് മീറ്റർ, ഒരു മീറ്ററിന്റെ അതായത് ഒരു ക്യൂബിന്റെ സൈസിലുള്ള എയർ എടുക്കുകയാണെങ്കിൽ അതിൽ 91.6 മൈക്രോഗ്രാം നിങ്ങൾക്ക് PM25 പാർട്ടിക്കിൾ മാറ്റർ 2.5 എന്നാണ് അതിനെ പറയാം. ഓക്കെ, കണികാ പദാർത്ഥ സാന്ദ്രത കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അടുത്ത ഡൗട്ട്, സാർ എന്താ ഈ പാർട്ടിക്കിൾ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് വേറെ ഒന്നുമല്ല. ഓക്കെ, ഇപ്പൊ നമ്മുടെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, സ്മോഗ്, ഫോഗ് അങ്ങനെയുള്ള സാധനമാണ്.
സർ കാർബൺ മോണോക്സൈഡ് മനസ്സിലായി, കാർബൺ ഡൈ ഓക്സൈഡ് അറിയാം, എന്ത് ഈ സ്മോഗ് ഫോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഈ കാർബൺ മോണോക്സൈഡ് തണുത്തിട്ടുള്ള ഒരു കാലാവസ്ഥയുള്ള സമയത്ത് അവിടെയുള്ള മഞ്ഞുമായി മുട്ടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് എന്ത് ചെയ്തു മിങ്കിളായി എന്ന് വിചാരിക്കുക, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയി എന്ന് വിചാരിക്കുക, ഓക്കെ, ദോസ്തി ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ദോസ്തി ആവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രത്യേകം ഒരു സ്ഥാനത്തിനെ കിട്ടും, അതിന്റെ പേരാണ് സ്മോഗ് എന്ന് പറയുന്നത്. സ്മോഗ് വേണമെങ്കിൽ ഈ ഫോഗും വേണം, ഫോഗ് എന്ന് വെച്ചാൽ മഞ്ഞ്, ഓക്കെ. രണ്ടാമത്തെ സംഭവം എന്താണ് ആക്ച്വലി ഈ പദാർത്ഥ കണിക PM25 എന്ന് പറയുന്ന സംഭവം വേണം. അപ്പൊ 1 ക്യൂബിക് മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ 91.6 മൈക്രോഗ്രാം എന്തുണ്ട്, PM25 ഉണ്ട്. അത് എവിടെയാ ഉള്ളത്, ഡൽഹിയിലാണ് ഉള്ളത്. അപ്പൊ ഒരുപാട് തലസ്ഥാനം നിങ്ങൾക്ക് അറിയാം. ന്യൂയോർക്ക് എന്ന് പറയുന്നത് അമേരിക്കയിലെ സിറ്റിയാണ്, സോറി, വാഷിങ്ടൺ DC എന്ന് പറയുന്നത് അമേരിക്കയുടെ തലസ്ഥാനമാണ്, കറക്റ്റ്, ഡൺ. അപ്പോ പാരീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്, കറക്റ്റ്, ഓക്കെ അല്ലേ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില് തലസ്ഥാന നഗരങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആരെ കാണാൻ പറ്റും, ഓക്കെ, ഡൽഹിയെ കാണാൻ പറ്റും. ഏതില് ഫസ്റ്റ് ആയിട്ട് ആക്ച്വലി മലിനമായ തലസ്ഥാനമായിട്ട്. അപ്പൊ 2025 ഇന്ത്യ 5ാം സ്ഥാനത്താണ്, അത് ഓൾറെഡി പറഞ്ഞാണ്. 2023 നമ്മൾ 3ാം സ്ഥാനത്തായിരുന്നു, ഓക്കെ. 3ൽ നിന്ന് 5ലോട്ട് വന്നിട്ടുണ്ട്. എന്താണ് ആക്ച്വലി അത്യാവശ്യം നമുക്കൊന്ന് എന്താ, ഓക്കെ, നമ്മൾ താഴെ വന്നിട്ടുണ്ട്. നമ്മൾ 5ലല്ല വരേണ്ടത്, ലിസ്റ്റിലേ ഉണ്ടാവാൻ പറ്റില്ല, എന്നാലേ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുള്ളൂ. തൽക്കാലത്തേക്ക് ഇപ്പൊ നമ്മൾ ടോപ്പിലാണല്ലോ, അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, ആദ്യം 10ന്ന് പുറത്തെങ്കിലും വരണം, എന്നാലേ നമുക്കൊക്കെ എന്തുള്ളൂ, ഗുണമുള്ളൂ, ഓക്കെ അല്ലേ. അപ്പൊ ലോകത്തിലെ മലിനമായിട്ടുള്ള 10 നഗരങ്ങൾ എടുക്കുക, എയർ ക്വാളിറ്റി കുറവുള്ള 10 നഗരങ്ങൾ എടുക്കുക. അതിൽ 6 എണ്ണം എവിടെയായിരിക്കും, ഇന്ത്യയിലായിരിക്കും. ഇനി 20 നഗരങ്ങൾ എടുക്കുക, അതിൽ 13 എണ്ണം എവിടെയായിരിക്കും, ഇന്ത്യയിലായിരിക്കും. ആഹാ, എന്താ, വായിച്ചിട്ട് തന്നെ സന്തോഷം തോന്നുന്നു, ഓക്കെ അല്ലേ. 10 നഗരങ്ങളിൽ 6 എണ്ണം, 20 നഗരങ്ങളിൽ 13 എണ്ണം, ഓക്കെ സാർ. അപ്പൊ ഏറ്റവും പ്രശ്നക്കാരനാരാ, ബർണിഹത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഇത് ആസാം മേഘാലയ അതിർത്തിയിലാണ്, നോർത്ത് ഈസ്റ്റ് ആണുള്ളത്. സാർ നോർത്ത് ഈസ്റ്റിലെ കാലാവസ്ഥ ഭയങ്കര അടിപൊളിയാണ്, ഓക്കെ അല്ലേ. അതന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്, ഓക്കെ. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഗുണമായിരിക്കും ഞാനും വിചാരിച്ചത്. പക്ഷെ ബർണിഹത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് PM25 മൈക്രോഗ്രാം 1 മീറ്റർ ക്യൂബിന് 128.2 മൈക്രോഗ്രാം ആണ്. അയാളല്ലേ ഡൽഹിയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞത്. ഡൽഹി തലസ്ഥാന നഗരമാണ് മക്കളെ, ഓക്കെ അല്ലേ. ലോകത്തെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമാണ്, ക്യാപിറ്റൽ സിറ്റിയാണ് ഡൽഹി, ഫൈൻ, ഓക്കെ. ലോകത്തിലെ, അതായത് ഇന്ത്യയിലെ, ലോകത്തിലാണ് തന്നെയാണ്, ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരമാണ് ഏത്, ബർണിഹത്ത് എന്ന് പറയുന്നത്, ടൗൺ, ഓക്കെ. അത്രയും കാര്യം ഓക്കെ അല്ലേ, അത്രയും കാര്യം ഓക്കെയാണ് സാർ. പിന്നെ ഏതൊക്കെയാണ്, മുള്ളൻപൂർ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് പഞ്ചാബില്, ഗുരുഗ്രാം ഉണ്ട്, ഫരീദാബാദ് ഉണ്ട്, ഭിവാഡി ഉണ്ട്, നോയിഡ ഉണ്ട്, ഓക്കെ. ഇതൊക്കെയാണ് മലിനമായിട്ടുള്ള നഗരങ്ങളായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന നഗരങ്ങളായിട്ടുള്ളത്, ഓക്കെ. ഇന്ത്യയിൽ PM25 ലെവലില് 2024 50.6 ആണ്, ഓക്കെ. 2023 54.4 ആയിരുന്നു എന്നുണ്ടായിരുന്നത്, എന്താ പറയാ, PM25 ശരാശരിയാണ്, ഓക്കെ അല്ലേ. അപ്പൊ PM25 ഒരു 7% കുറവ് വരുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. അപ്പൊ 7% കുറവ് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായി, 5ൽ നിന്ന് 3 ആയി. ഇവിടെ രണ്ടാമത് ചോദിച്ചത് ശരാശരിയാണ്, അതായത് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ എല്ലാം കൂടി എല്ലാത്തിന്റെയും PM25 കൂട്ടുക, എന്നിട്ട് അതിനെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഓക്കെ അല്ലേ. അങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 2024 എത്ര കിട്ടും, 50.6. 2023 എത്ര കിട്ടും, 54.4. അപ്പൊ ഒരു ശരാശരിയിൽ നമുക്കൊരു 4.2 അല്ലെങ്കിൽ എന്താ ആക്ച്വലി 4% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറച്ച് വരുത്താൻ പറ്റിയിട്ടുണ്ട്, ഓക്കെ. പക്ഷെ മൊത്തത്തിൽ ലെവൽ എടുക്കുകയാണെങ്കിൽ PM25 നമുക്ക് 7% എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല കാര്യമാണ്, നമ്മൾ കുറയ്ക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം, ബെറ്റർ ആവണം. ഇത്രയൊക്കെ അല്ലേ, ഫൈൻ, ഓക്കെ. അപ്പൊ ലോകാരോഗ്യ സംഘടനയുണ്ട്, നമ്മുടെ WHO എന്ന് പറയും, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. എന്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി, ഓക്കെ അല്ലേ. ഒരു 5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടി എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ വേണ്ടി പറ്റും. അതെന്താ സാർ 5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഞങ്ങൾക്ക് 0 വേണം. അങ്ങനെ 0 വേണമെങ്കിൽ മക്കളെ ഒരാളും ഫാക്ടറി എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താ പറയാ, തുടങ്ങാൻ പറ്റില്ല, ഫാക്ടറി റൺ ചെയ്യാൻ പറ്റില്ല, ആരും പെട്രോളും ഡീസലും ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ സമയത്ത് കഷ്ടമുള്ള കാര്യമല്ലേ, നിങ്ങൾ തന്നെ പറ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു 5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോളറബിൾ ആണ്.
പക്ഷേ നമ്മളവിടെ 5 അല്ല 9, 10 മടങ്ങ് കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തായിരിക്കണം, നമ്മൾ ഇതിന്ന് ഔട്ട് ആവണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ നഗരങ്ങൾ എടുക്കുകയാണെങ്കിൽ, നഗരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി, മുംബൈ, കൊച്ചി, ഓക്കെ, കൊൽക്കത്ത, ചെന്നൈ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ എന്താ സിറ്റുവേഷൻ എന്താണ്, ആക്ച്വലി 35% എന്തായി, പരിധി കവിഞ്ഞുപോയി. PM25 പരിധി കവിഞ്ഞുപോയി. ഓക്കെ, ഫൈൻ. എവിടെ നിന്നാണ് സാറേ ഈ പാർട്ടിക്കിൾ മാറ്റർ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വരുന്നത്? ഓക്കെ, ഒന്ന് വാഹനങ്ങൾ എന്ന് വരുന്ന എന്താ പറയാ, പുക, ഉദ്മാനം, അത് പ്രധാനപ്പെട്ട കാരണം തന്നെയാണല്ലോ. അത് നല്ല കാർബൺ മോണോക്സൈഡ് ഉണ്ടായിരുന്നത്. വ്യാവസായിക മലിനീകരണം. അപ്പൊ ഒന്നാമത്തെ കാരണം വണ്ടി തന്നെയാണ്. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പൊ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരുപാട് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി റോഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേര് ഓടിക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? രണ്ടാമത്തെ വ്യാവസായിക മലിനീകരണം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഫാക്ടറികൾ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ജൈവവസ്തുക്കൾ കത്തിക്കൽ. ജൈവവസ്തുക്കൾ കത്തിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കൃഷി ചെയ്യുന്നു വിചാരിക്കൂ. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈക്കോലുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെന്ന് വിചാരിക്കും. പശുവിന് ചാണകമുണ്ട്. അപ്പൊ ഈ ചാണകത്തെ നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കത്തിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്ന പരിപാടിയിലൂടെയാണ് ഈ പാർട്ടിക്കിൾ മാറ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി കണികകൾ തോത് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ഓക്കെ സാർ, എവിടെയാണ് ഇത് കൂടുന്നത്? ഉത്തരേന്ത്യയിലാണ് ഇത് കൂടുന്നത്. അപ്പൊ ഉത്തരേന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ, ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, എന്താ പറയാ, രാജസ്ഥാൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ പരിപാടിയില്ല. അതെന്താ സാർ സൗത്ത് ഇന്ത്യയിൽ കുറവായിരിക്കാൻ കാരണം? ഏറ്റവും കൂടുതൽ PM25 നമുക്ക് കിട്ടുന്നത് വൈക്കോല് കത്തിക്കുന്നതിലൂടെയാണ്. അതായത് കൃഷി ചെയ്യുന്നതിലൂടെയാണ് കിട്ടുന്നത്. സോ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കൃഷിയില്ലേ? ഉണ്ട് മക്കളെ, ഉണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ ഈ പരിപാടി ചെയ്യുന്നില്ലേ? എല്ലാവരുടെ വീട്ടിലും ഗ്യാസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ വൈക്കോളിന് നമ്മൾ എന്ത് ആക്ച്വലി ജൈവ എന്താ പറയാ, വളമായിട്ട് മാറ്റും. ഉത്തരേന്ത്യയിൽ ഇപ്പോഴും അങ്ങനെ മാറ്റാനുള്ള ഒരു സിറ്റുവേഷൻ അവർ കണ്ടിട്ടില്ല. അവർ എല്ലാവരും എന്താ ചെയ്യാൻ, ഗ്രാമപ്രദേശം എന്ത് ചെയ്യാൻ, അങ്ങോട്ട് കത്തിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവരുന്നത് മാറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റില്ല. അതെന്താ സാർ അങ്ങനെ മാറ്റാൻ പറ്റാത്തത്? ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഒരു ദിവസം വന്നിട്ട് പെട്രോൾ വണ്ടി യൂസ് ചെയ്യേണ്ട പറയുന്നത് സമ്മതിക്കില്ലല്ലോ. ഓക്കെ, സമയം എടുക്കില്ലേ? ഫാക്ടറി ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കില്ലേ? ജോലി ഇല്ല എന്ന് പറയില്ലേ? അപ്പൊ നമ്മുടെ പ്രശ്നം പോലെയാണ് അവിടെയുള്ള കർഷകരുടെ പ്രശ്നം. അവർക്ക് വൈക്കോൽ എന്ത് ചെയ്യണം, കത്തിക്കണം. അതിൽ കിട്ടുന്ന വളമൊക്കെ എന്ത് ചെയ്യണം, അവർ യൂസ് ചെയ്യണം. അങ്ങനെ അവരൊരു സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ സ്ട്രക്ചറിനെ പെട്ടെന്ന് പോയി മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. അപ്പൊ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്താണ് സാർ പഠിക്കേണ്ടത്? 2 കാര്യം. ഒന്ന്, പ്രധാനമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ്, ഉത്തരേന്ത്യയിലാണ് മലിനീകരണത്തിന്റെ തോത് കൂടുതലായിട്ടുള്ളത്. അപ്പൊ സൗത്ത് ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, നമ്പർ 2, ഇതിൽ ജൈവവസ്തുക്കൾ കത്തിക്കലാണ് പ്രധാനമായിട്ട് ഉത്തരേന്ത്യയിലെ മലിനീകരണത്തിന് കാരണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, പതുക്കെ ഇത് നടക്കുള്ളൂ, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പൊ PM25 ലെവലിന്റെ 60%, 100 വരുന്നുണ്ടെങ്കിൽ അതിൽ 60% എവിടെ നിന്നാണ്, ജൈവവസ്തുക്കൾ കത്തിക്കുന്നതിലൂടെയാണ് വരുന്നത്. ഇത്രയും കാര്യമൊക്കെയാണോ? അതെ, ഓക്കെ. ഏറ്റവും മലിനീകരണമുള്ള രാജ്യങ്ങൾ ഏതാണ് സാർ? നമ്പർ 1 ചാഡ്. ഓക്കെ, 91.8 മില്ലിഗ്രാം എന്താ പറയാ മീറ്റർ ക്യൂബ്. 2 ബംഗ്ലാദേശ് 78. ഓക്കെ, 3 പാകിസ്ഥാൻ 73. 4 കോങ്കോ 58.2. ഓക്കെ, 5 നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പൊ ആഗോളതലത്തില് ഭൂരിഭാഗം പേരും എന്താ ചെയ്യുന്ന ആക്ച്വലി മലിനമായ വായുവാണ് ശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നിങ്ങൾ എത്രത്തോളം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്താണ് എന്താ പറയുക ജീവിച്ചാലും നിങ്ങൾക്ക് ക്യാൻസർ വരാനും ലങ് അടിച്ചു പോകാനും ഓക്കെ അല്ല, നിങ്ങളുടെ കിഡ്നി പ്രോബ്ലം വരാനും നിങ്ങൾക്ക് എന്താ പറയാ ഇന്റേണൽ ഇഷ്യൂസ് വരാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ത്വക്ക് രോഗമോ മറ്റോ വരാനും എല്ലാം ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഇപ്പോഴത്തെ 2025 നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ അല്ലേ സാർ? ഇപ്പൊ ഞങ്ങൾ എവിടെ പോയിട്ടാ ജീവിക്കുക? ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എവിടെയും ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെ പോവാ? ഗൾഫിൽ പോകാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് യൂറോപ്പിൽ പോയാലോ? അതിനു വേണ്ടിയിട്ട് ഇതേ സ്വിക്സ് എന്താ പറയാ റിപ്പോർട്ടില് 12 രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മാത്രമാണ് WHO ശുപാർശ ചെയ്യുന്ന പരിധിക്ക് താഴെയുള്ളത്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, WHO ശുപാർശ ചെയ്യുന്ന പരിധി എത്രയായിരുന്നു? 5. ഓക്കെ അല്ലേ? അപ്പൊ മീറ്റർ ക്യൂബിന് 5 ആണ് വേണ്ടത്.
അത് 12 രാജ്യങ്ങളിൽ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് എവിടെയാ സാർ ഉള്ളത്? ഒന്ന് ലാറ്റിൻ അമേരിക്ക, നമ്മുടെ മെസ്സിയുടെ സ്ഥലമില്ലേ, ഓക്കെ അല്ലേ, അർജന്റീന, പെറു, ബ്രസീൽ, ആകെ ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലമില്ലേ, ആ സ്ഥലങ്ങൾ. സാർ അവിടെ എന്താ പ്രത്യേകത? അവിടെ ഒരു കാടുണ്ട്, കാടിന്റെ പേരാണ് ആമസോൺ കാട്. ഓക്കെ, ഈ ആമസോൺ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി പാർട്ടിക്കിൾ മാറ്ററിനെല്ലാം ആഗിരണം ചെയ്തിട്ട് തൽക്കാലത്തേക്ക് അവിടുത്തെ എയറിന് എന്ത് ചെയ്യുന്നത്, പ്യൂരിഫൈ ചെയ്ത് വെക്കുന്നത്. രണ്ടാമത്തെ കരീബിയൻ ഐലൻഡ്സ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വെസ്റ്റ് ഇൻഡീസ്, എന്താണ് എന്താ പറയാ, അവിടെയുള്ള ടൂറിസ്റ്റ് ഐലൻഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ അവിടെ പോവാം. ഓക്കെ, അല്ലെങ്കിൽ ഓഷ്യാനിയ. ഓഷ്യാനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ യൂറോപ്പിന്റെ സ്കാൻഡിനേവിയൻ കൺട്രീസ് അങ്ങനെയുള്ള പാർട്ടൊക്കെയാണ്. എന്ന് വെച്ചാൽ സ്വീഡൻ, എന്താ ഡെൻമാർക്ക്, അങ്ങനെയുള്ള പാർട്ടൊക്കെയാണ്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലൊക്കെ പോയി ജീവിച്ച എന്താണ് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ എന്താണ് ആക്ച്വലി, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ടോപ്പ് 10 പൊല്യൂട്ടഡ് സിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബർണിഘട്ട്, മേഘാലയാണ് ഉള്ളത്. 128.2 PM2.5 കണക്കുള്ളത്. രണ്ട് നമ്മുടെ ഡൽഹി. ഓക്കെ, അവിടെ രണ്ടാമത്തേൽ ഡൽഹി ഉണ്ട്, ആറാമത്തേൽ ന്യൂ ഡൽഹി ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഡൽഹിയുടെ പ്രാന്തപ്രദേശം, അതായത് പുറമേ ഉള്ള പ്രദേശമാണെങ്കിൽ അത് 2ാം സ്ഥാനത്തും, ന്യൂ ഡൽഹി നമ്മുടെ തലസ്ഥാന നഗരത്തിന്റെ പ്രദേശമാണെങ്കിൽ അത് എവിടെ വരുന്നുണ്ട്, 6ാം സ്ഥാനത്തും വരുന്നുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതാണ് 2 ഡൽഹി അവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ കൊടുത്തതല്ല, ഈ റിപ്പോർട്ടിലുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ബർണിഘട്ട്, രണ്ടാമത്തെ ഡൽഹി, മൂന്നാമത്തെ മുള്ളൻപൂർ പഞ്ചാബിലാണുള്ളത് 102.3. നാലാമത്തെ ഫരീദാബാദ് ഹരിയാനയിലാണുള്ളത് 101.2. 5 ലോണി ഉത്തർപ്രദേശിലാണുള്ളത് 91.7. ഓക്കെ, ആറാമത്തെ ന്യൂ ഡൽഹി പ്രദേശം ഡൽഹി യൂണിയൻ ടെറിട്ടറിയിലാണുള്ളത് 91.6. ഗുരുഗ്രാം ഹരിയാനയിലാണുള്ളത്, അതാണ് ഏഴാമത്തെ 87.4. ഓക്കെ, ഗംഗാനഗർ രാജസ്ഥാനിലാണുള്ളത് 8ാമത്തെയാണ് 86.6. ഗ്രേറ്റർ നോയിഡ ഉത്തർപ്രദേശിലാണുള്ളത് 9ാമത്തെയാണ് 83.5. ഓക്കെ, രാജസ്ഥാനിലുള്ള ഭിവണ്ടിയാണ് 10ാമത്തെ 83.1. നോക്കിയേ, എല്ലാം നോർത്ത് ഇന്ത്യയിലെ ആണ്. സൗത്ത് ഇന്ത്യ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. അപ്പൊ നമ്മൾ ഇപ്പോഴുള്ള രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി ഏതാ? ഒന്ന് നമ്മുടെ ബർണിഘട്ട് തന്നെ, മേഘാലയയിലുള്ളത്. 2 നമ്മുടെ ഡൽഹിയാണ്. 3 കസാക്കിസ്ഥാനുള്ള കാരാകണ്ടയാണ്. ഓക്കെ, 4ാമത്തെ മുള്ളൻപൂർ ആണ് ഇന്ത്യയിലുള്ളത്. 5ാമത്തെ നമ്മുടെ പാകിസ്ഥാനിൽ എന്താ, ലാഹോർ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ 8ൽ ആരെ കാണാം, ലോണിയെ കാണാം. 9ൽ ന്യൂഡൽഹി കാണാം. ഓക്കെ, 13ൽ ഗുരുഗ്രാം കാണാം. 14ൽ ഗംഗാനഗർ കാണാം. ഓക്കെ, 16, 17, 18, 19, 20 ഗ്രേറ്റർ നോയിഡ, ഭിവണ്ടി, മുസാഫിർപൂർ, ഹനുമാൻ നഗർ, നോയിഡ. ഇങ്ങനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഫുൾ ഇന്ത്യൻ ഫ്ലാഗ് ആണ്, ഇടയിൽ കുറെ പാകിസ്ഥാൻ ഫ്ലാഗും ഉണ്ട്. അപ്പൊ നമ്മുടെ 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ് ആക്ച്വലി? ഒന്ന് ഇന്ത്യ, ഒന്ന് പാകിസ്ഥാൻ. ഇവർ തന്നെ എന്ത് ചെയ്ത് 20ല് മാക്സിമം പോർഷൻ എടുത്തുപോയി. പാകിസ്ഥാൻ എവിടെയൊക്കെ ഉണ്ട്? ലാഹോർ പാകിസ്ഥാൻ, മുൾട്ടാൻ പാകിസ്ഥാൻ 10ല്, പെഷവാർ പാകിസ്ഥാൻ 11ല്, സൈഗോട്ട് പാകിസ്ഥാൻ എവിടെ? 12ല്. ഇത്രയായി. ചൈന പേരിന് ഒന്നുണ്ട്, എന്താണ്? 15ാമത്തെ സ്ഥാനം ഹോട്ടാൻ, ചൈന. ഓക്കെ അല്ലേ? ചാഡില് എൻഡൻസ്മേന എവിടെയുണ്ട്? ആക്ച്വലി 7ാമത്തെ സ്ഥലത്തുണ്ട്. ഓക്കെ, പിന്നെ ഒരു കസാക്കിസ്ഥാൻ ഉണ്ട്. അപ്പൊ 20ല് ഏറ്റവും കൂടുതലുള്ള 2 രാജ്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന് നമ്മുടെ ഇന്ത്യ, ഒന്ന് തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ. ഓക്കെ, ഡൺ. ഒരെണ്ണം ആരുടെ കയ്യിലാ? എന്താ പറയാ, ചൈനയുടെ കയ്യില്. ആദ്യത്തെ 15ല്. ആദ്യത്തെ 10ലുള്ള വേറെ 2 രാജ്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ചാഡ്, ഒന്ന് കസാക്കിസ്ഥാൻ. ഓക്കെ, ഫൈൻ. അപ്പോ എളുപ്പമുള്ള ടോപ്പിക് ആയിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്കിന്റെ എന്താണ് PPT കളക്ട് ചെയ്യണമെങ്കിൽ @Kiran Study Circle എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ക്ലാസ്സിൽ എന്താ വെച്ചാൽ എന്താ പറയാ ബെനിഫിറ്റ് ആവുന്ന തോന്നുന്നുണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്യുന്ന തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.